പഠിക്കണം മക്കൾക്ക്. നിങ്ങൾ വീട്ടിൽ പഠന റൂമിന് ഡോറോ വാതിലോ ഒന്നും വെക്കരുത്. അങ്ങനെ ഡോറും വാതിലും വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഉള്ളിൽ കയറി വാതിൽ അടച്ചിട്ട് മൊബൈലിനകത്ത് എന്തൊക്കെ വൃത്തിയോടെ കാണിക്കണേ നമുക്കൊരു പിടിയില്ല. തൂർണ കക്കൂസാണ് നിങ്ങൾ ഡോറ് വെച്ചോ. പഠന റൂമിന് ഡോറ് വെക്കരുത്, ഭയങ്കര ഡേഞ്ചറായിട്ടാണ്. കാരണം ഞാൻ അറിഞ്ഞ കൊച്ച് കോളേജിൽ നന്നായിട്ട് പഠിക്കണം, മിടുക്കി കൊച്ചാണ്, അവൾക്ക് എല്ലാത്തിനകത്ത് എ ഗ്രേഡാണ്. അങ്ങനെ അപ്പോൾ വീട്ടിലൊരു പെങ്കൊച്ചുള്ളൂ. അപ്പനും അമ്മയ്ക്ക് സന്തോഷമായി. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞ് മോളൊരു കാര്യം ചെയ്യും, ഡോക്ടറിനും എഞ്ചിനീയറിനും എന്തിനു വേണമെങ്കിലും പഠിച്ചോ, കഷ്ടപ്പെട്ട് ഞങ്ങൾ കാശുണ്ടാക്കിക്കോളാം, കാശാണ് വിലയെന്ന് പറഞ്ഞു. അവരിൽ 10 പൈസ എടുക്കാനെങ്കിൽ അവർ ഇതേപോലെ കോഴി വളർത്തിയും ആട് വളർത്തിയും പശു വളർത്തിയും 24 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്യും, നന്നായിട്ട് ഇവളെ പഠിപ്പിക്കുക. അതിനിടയ്ക്ക് ആരെങ്കിലും വീട്ടിൽ മരണവാർത്ത അറിയിച്ച് വന്നാലും അല്ലെങ്കിൽ കല്യാണം വിളിക്കാൻ വന്നാൽ പോലും ഇവർ കേൾക്കുക, അല്ലാണ്ട് ഇവർക്ക് പോകാൻ സമയമില്ല. അതുകൊണ്ട് ചില ബന്ധുക്കൾക്കും ചില നാട്ടുകാർക്കും ഇവരോട് ദേഷ്യമുണ്ട്. ആരൊക്കെ എന്തൊക്കെ ദേഷ്യപ്പെട്ടാലും എന്തൊക്കെ ചെയ്താലും സ്വന്തം മക്കളൊരു ലക്ഷ്യം എത്തിക്കണമെന്ന് ഏതൊരു കാരണവന്മാർക്കും ആഗ്രഹമുണ്ട്. ഇല്ലേ, നമുക്ക് അപ്പനമാർക്ക് ആഗ്രഹമുണ്ട്, അതാണ് അവരും ആഗ്രഹിച്ചോളൂ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവളൊരുത്തൻ്റെ ഒളിച്ചു കൊടുപ്പോയി, ഞെട്ടിപ്പോയി. ചെന്ന് അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞ് എൻ്റെ അപ്പനും അമ്മ എനിക്ക് വയറിറച്ച് തീറ്റ മാത്രമേ തന്നെ ഉള്ളൂ, എനിക്ക് സ്നേഹം തന്നില്ല. എന്ത് പറയുന്നത്, പഠിച്ചോ എന്ന് പറയുമെന്ന്. ഇവൻ എനിക്ക് സ്നേഹം തന്ന് ഞാൻ ഇവൻ്റെ കൂടെ പോന്ന്, ഇവൻ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ജീവിതം ഞാനാ തീരുമാനിക്കണമെന്ന് പറഞ്ഞു. നേരെ അപ്പനമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇവളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ ടെൻഷൻ കയറി ഇയാളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും അപ്പൻ്റെ തളർന്നുപോയി. അങ്ങനെ അപ്പനെ വാരി കൂട്ടിയെടുത്ത് ആശുപത്രി കണ്ട് 1.5 കൊല്ലം അങ്ങനെ തേരെ നടന്ന് ലാസ്റ്റ് ആടും പശുവും പോത്തിനെയൊക്കെ വിറ്റ് കടം കയറി 1.5 കൊല്ലപ്പോൾ ഇവളുടെ അപ്പം മരിച്ചുപോയി, അറ്റാക്ക് വന്നു. അങ്ങനെ അമ്മ ആലോചിച്ചപ്പോൾ എൻ്റെ ഭർത്താവും മരിച്ചുപോയി, എൻ്റെ മോൾ ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചുകൂടി പോയി. ഞാൻ എന്ത് ചെയ്യുന്നു, ടെൻഷൻ അടിച്ചിട്ട് ഈ തള്ളയ്ക്ക് മെൻ്റൽ പോലെ വന്ന് ഇവിടെ വിളിച്ച് ഇവിടെ ആശുപത്രി കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ 2 വർഷമായി ഇവക്കൊരു പെങ്കൊച്ചും ഉണ്ടായി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് ദൈവം ഒരു പിടിപിടിച്ച ഒരു സുപ്രഭാതത്തിൽ ഇവർ വീട്ടിൽ കെട്ടിയോനും കൂടെ എപ്പോഴും വഴക്കാണ്. 2 ഒരു സംശയ രോഗികളാണ്, അവർക്ക് പക്വതയില്ല. നിസാര കാര്യത്തിന് അടികൂടി 2 പേരും ഡൈവോഴ്സായി. അവൻ വേറൊരുത്തിനെ കെട്ടി, ഇവൾ നേരെ വീട്ടിയിട്ട് വന്ന് അമ്മയുടെ അടുത്ത് നിൽക്കുക. അപ്പോൾ ഇന്നാളെ എന്നെ കണ്ടപ്പോൾ ഇവൾ കഥ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാരിയിലെടുത്ത് നിൻ്റെ വിധിയാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചേട്ടാ വിധിയല്ല ഏട്ടാ, ഇത് എൻ്റെ അഹങ്കാരമാണ്. ഞാനിപ്പോൾ ചെറിയ ജോലി എടുത്ത് ഇങ്ങനെ ജോലിക്ക് കൊണ്ട് അങ്ങനെ ജീവിച്ചു പോണ്. അതിൻ്റെ ഒപ്പം ഞാൻ സമയം കണ്ടെത്തിയിട്ട് എൻ്റെ ശാപം തീർക്കാൻ വേണ്ടി ഞാൻ കുഷ്ഠരോഗികളെ കുളിപ്പിക്കുന്നു, അവരെ വസ്ത്രം തിരുമ്മി കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെയെങ്കിലും എൻ്റെ ശാപം പോട്ടെ. എനിക്കൊരു പെങ്കൊച്ച് വളർന്നു വന്നിട്ടുണ്ട് ചേട്ടാ, എനിക്ക് പേടിയായിട്ട് പാടില്ല. എൻ്റെ കഥ ചേട്ടന് ഈ ലോകത്തോട് പറയണം. അങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഏതെങ്കിലും പെങ്കൊച്ചുങ്ങൾ ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു പെങ്കൊച്ചിന് നല്ല ജീവിതം കിട്ടട്ടെ എന്ന്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, കഷ്ടപ്പെട്ടാണ് അപ്പനും അമ്മയും നിങ്ങളെ വളർത്തിയത്. ലാസ്റ്റ് ആ അപ്പനും അമ്മേനെയൊക്കെ വേദനിപ്പിച്ച് പോയാലേ ഇപ്പം കിട്ടിയാൽ നിങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടും, സത്യം.